അതായത് നമ്മൾ കിടന്നിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പെടലി വേദന, കഴുത്തുവേദന വരിക, അല്ലെങ്കിൽ കഴുത്തിൽ നിന്നും തലയിലേക്കോ പുറത്തേക്കോ ഇറങ്ങുന്ന ഷോൾഡറിലേക്കോ ഇറങ്ങുന്ന വേദന വരിക. അത് മിക്കവാറും മസിൽസിൻ്റെ സ്ട്രെയിൻ കാരണം കിടക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് നമുക്ക് കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറ് റെമഡിയാണ്. നമ്മൾ ഇതുവരെ വീഡിയോസ് ചെയ്യാത്തതും പക്ഷേ ഒത്തിരി പേർക്ക് ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. നെക്കിൻ്റെ സ്ട്രെയിൻ വന്നു, പിറ്റേ ദിവസം നെക്ക് വേദനയാണെങ്കിൽ നമുക്ക് അത് കാരണം ഒരു ഡോക്ടറെ കാണാനൊന്നും പറ്റില്ല. പക്ഷേ വീട്ടിലെ ചില സിമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന സ്ട്രെയിൻസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത്. നമുക്കൊരു ഓക്വേർഡ് പൊസിഷനിൽ, നമ്മൾ കിടക്കാത്തൊരു പൊസിഷനിൽ നമ്മൾ അറിയാതെ രാത്രിയിൽ കിടന്നു പോവാം. റോങ് സൈസുള്ള പില്ലോ വെക്കുക. അത് പ്രത്യേകിച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോഴോ ഹോട്ടൽസിലോ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മുടെ പില്ലോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടി വരും. അതുപോലെ ഡിഫറെൻറ്റ് ബെഡ് ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹോം റെമഡീസ് ചെയ്ത് മാറ്റാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലും നമ്മുടെ സ്വന്തം പില്ലോയിലും ഈ പറഞ്ഞ പിറ്റേ ദിവസം കേൾക്കുമ്പോൾ നെക്കിൻ്റെ പെയിൻ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ, നെർവിൻ്റെ കംപ്രഷൻ, അതായത് സ്പൈനൽ നെർവിൻ്റെ കംപ്രഷൻ മൂലവും, സെർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ മൂലവും, മസിലിൻ്റെ വീക്ക്നെസ് ഒക്കെ മൂലവും, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ മൂലമാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം.